ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അലോണക്സ് ഗെയിമർ. മറ്റൊരു കഥയാണ് കേട്ടോ ഗേസ്. രണ്ടാമത്തെ കഥ നിധി അതവരുടെ അവസാനം, ഭാഗം 1. 2 കഥ ഉണ്ടായില്ല, ഒന്നാമത്തെ കഥ. താൻ എന്നൊരു ഗ്രാമത്തിൽ പണ്ട് 4 കൂട്ടുകാരുണ്ടായിരുന്നു. സാരദ്, ബിൻഷാദ്, ബാസിത്ത്, മിൻഷ, ഇവരാണ് ആ 4 കൂട്ടുകാർ. ഒരു ദിവസം ബിൻഷാദും ബാസിത്തും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവർ ചെറിയൊരു ഗുഹ കണ്ടു. എന്താ ചെറിയൊരു ഗുഹ? അറിയില്ല, നമുക്ക് സാരഥിനെയും മിൻഷയെയും വിളിച്ച് ഇതിലേക്കൊന്ന് പോകാം, അഡ്വഞ്ചർ ആകും. വേണോ? അപകടമല്ലേ? ഹേയ്, അപകടമൊന്നും ഉണ്ടാവില്ല, അഡ്വഞ്ചർ ആകുമല്ലോ. എന്നാ പോകാം. അപ്പോൾ അങ്ങോട്ട് സാരഥും വന്നു. എന്താണ് ഇവിടെ ഒരു സംസാരം? നീ ഈ ഗുഹ കണ്ടോ? നമുക്ക് നാളെ ഇതിലേക്ക് പോയാലോ? ആ, പോകാലോ. അഡ്വഞ്ചറിനൊക്കെ ഞാനുണ്ട്. എന്നാൽ മിൻഷയോടും പറയാം. എന്നാൽ വാ, മിൻഷയുടെ വീട്ടിൽ പോകാം. അങ്ങനെ അവർ മിൻഷയുടെ വീട്ടിലേക്ക് പോയി. മിൻഷയോട് ഈ കാര്യമെല്ലാം പറഞ്ഞു. ഞാൻ വരാം, ഭക്ഷണമൊക്കെ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ അവർ പിരിഞ്ഞു. അടുത്ത ദിവസം 4 പേരും സാധനങ്ങളെല്ലാം എടുത്ത് ഗുഹയ്ക്ക് മുന്നിലെത്തി. സാധനങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് 4 പേരും കൈകോർത്ത് നിന്ന് ഗുഹയ്ക്ക് ഉള്ളിലേക്ക് ഇറങ്ങി. ഇവർ കരുതിയത് അതൊരു ഇരുട്ട് നിറഞ്ഞ നിഗൂഢ ഗുഹയാണെന്നാണ്. എന്നാൽ ഗുഹയിലിറങ്ങിയപ്പോൾ ചുറ്റും മെഴുകുതിരികൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രകാശം ഗുഹ ആകെ പരന്നിരിക്കുന്നു. അങ്ങനെ അവർ ഉള്ളിലേക്ക് കടക്കാൻ തുടങ്ങി. നടന്നു പോകുമ്പോൾ അവർ പോലും അറിയാതെ അവർ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ പോകുന്ന ആ വഴി ചെറുതായി കുലുങ്ങുന്നുണ്ട്. ബിൻഷാദ് അത് ശ്രദ്ധിച്ചു. ബിൻഷാദ് പിറകിലോട്ട് നോക്കിയപ്പോൾ വലിയൊരു മല പൊങ്ങി വരുന്നു. അവൻ ഞെട്ടി പേടിച്ചുകൊണ്ട് നിലവിളിച്ചു. അവൻ്റെ ശബ്ദം കേട്ട് ബാക്കിയുള്ളവരും കൂടി തിരിഞ്ഞു നോക്കി. അത് കണ്ട് അവരും ഞെട്ടി. പെട്ടെന്നവർ ആകെ ആടിയുലയാൻ തുടങ്ങി. അപ്പോൾ മിൻഷ അവൻ നിൽക്കുന്നതിൻ്റെ അടിഭാഗം ഒന്ന് തൊട്ടു നോക്കി. അപ്പോൾ അവർ ശരിക്കും ഞെട്ടി. കാരണം ഇതുപോലെയുള്ള ഗുഹകളിൽ താമസിക്കുന്ന വലിയ പാമ്പുകളെപ്പറ്റി അവൾ പഠിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവർക്ക് ഇതങ്ങനെ ഒരു പാമ്പാണെന്ന് മനസ്സിലായത്. എടാ, നമ്മൾ പെട്ടടാ. എന്താ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പാമ്പിന്റെ മുകളിലാണ്. എനിക്കത് ആദ്യം തന്നെ മനസ്സിലായി. നിങ്ങൾ ഇതിൻ്റെ പുറത്തൊന്ന് കൈകൊണ്ട് അമർത്തൂ. എന്തിന്? എനിക്കത് പേടിയാകുന്നു. പേടിക്കണ്ട, ആവശ്യമുണ്ട്. ബാസിത്ത് നേരെ പോയി അവരുടെ പക്കലുള്ള ഒരു കമ്പി എടുത്ത് അതിൻ്റെ പുറത്തേക്ക് ശക്തമായി കുത്തി. അതിൻ്റെ ദേഹത്തേക്ക് അത് കുത്തിക്കേറി. പാമ്പ് വേദന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാലാട്ടി. അതുകൊണ്ട് ഇവർ തെറിച്ചുപോയി ഒരു കുളത്തിലേക്ക് ചെന്ന് വീണു. എന്നിട്ട് ഇവർ കുളത്തിൽ നിന്ന് നീന്തിക്കയറി. എന്നിട്ടവർ അവിടെ കണ്ട മറ്റൊരു ചെറിയ ഗുഹയിലേക്ക് ഓടിക്കയറി. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പാമ്പിൻ്റെ വാലിൻ്റെ അടിയിൽപ്പെട്ട് എല്ലാവരും ചതഞ്ഞിരുന്നു. അങ്ങനെ ഗുഹയിലൂടെ അവർ നടന്ന് ഒരു വലിയ ഹാളിലെത്തി. അവിടെ ഒരു പാറക്കഷണത്തിൽ എന്തോ ഇരിക്കുന്നത് അവർ കണ്ടു. അവർ അത് എന്താണെന്ന് നോക്കിയപ്പോൾ അവർ സന്തോഷിച്ചു. കാരണം അതിലൊരു വലിയ നിധിയിലേക്കുള്ള മാപ്പായിരുന്നു. ആ മാപ്പിനടിയിൽ ഒരു കത്തുമുണ്ടായിരുന്നു. അതിലും മനസ്സിലാകാത്ത ഏതോ ഭാഷ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് അവർ ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു ഭാഗത്തു നിന്നും പ്രകാശം വരുന്നത് അവർ കണ്ടു. അവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നു. അവർ അതിലൂടെ കുത്തിത്തിരക്കി പുറത്തു കടന്നു. അങ്ങനെ അവർ കളിക്കുന്ന സ്ഥലത്തെത്തി. അവിടുന്ന് അവർ മിൻഷയുടെ വീട്ടിൽ പോയി ആ കത്തും മാപ്പും ആരും കാണാതെ ഒരു പെട്ടിയിൽ പൂട്ടിവെച്ചു. നടന്നതൊന്നും അവർ വേറെ ആരോടും പറഞ്ഞില്ല. നിധിയും രഹസ്യമാക്കി വെച്ചു. അങ്ങനെ ഓരോ ദിവസവും മിൻഷയുടെ വീട്ടിലിരുന്ന്
ആ മാപ്പിനെ പറ്റിയും കത്തിലെ ഭാഷകളെ പറ്റിയും അവർ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടു.